ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എൻ്റെ നേഴ്സിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാം. ഞാൻ നേഴ്സിങ്ങിലോട്ട് വരുന്നത് 2019 ഞാൻ 2019-23 ബാച്ച് ആയിരുന്നു. ഒരു കൊറോണ ടൈമിലാണ്. എനിക്ക് നേഴ്സിംഗ് ഫസ്റ്റ് ഒന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ജോലിയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലാണെങ്കിലും നേഴ്സിങ്ങിനോട് എല്ലാവർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരെ പോലെ ഞാനും +2 കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാമെന്ന രീതിയിലായിരുന്നു നേഴ്സിംഗ് ചൂസ് ചെയ്തത്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് നേഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി ആയി പ്ലസ് ഇനിയിപ്പോൾ ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നേഴ്സിങ്ങിലോട്ട് പോവാം, അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ എല്ലാവരെ പോലെ പുറത്ത് പോകാൻ സ്കോപ്പ് ഉണ്ട്. ആ ഒരു സമയത്തെല്ലാം നല്ല രീതിക്ക് പുറത്തോട്ട് പോകാനായിട്ട് പെട്ടെന്ന് എല്ലാവരും ചൂസ് ചെയ്യുന്നത് നേഴ്സിംഗ് ആയിരുന്നു. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് കർണാടകയിലാണ്. കർണാടകയിൽ മാണ്ഡ്യ എന്നൊരു സ്ഥലം, അതായത് മൈസൂർ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോകുന്നൊരു വഴിക്കാണ്. പലർക്കും അറിയില്ല, പിന്നെ അത് അത്ര നല്ല സ്ഥലമല്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. എനിവേ നമ്മുടെ കോളേജ് അതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് അത്ര വലിയൊരു ക്യാമ്പസ് ലൈഫോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഹോസ്റ്റൽ ലൈഫ് ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാനാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കോളേജിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരായിരുന്നു. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കോളേജിൻ്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല, പലർക്കും അറിയുന്ന കോളേജൊക്കെ തന്നെയാണ്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം ജോബിലേക്കൊക്കെ പോകാൻ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളല്ല, നല്ല രീതിക്ക് കഷ്ടപ്പെടണം. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ കുറച്ച് അങ്ങനത്തെ ഒരു ഡ്രീമൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇനി ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ പുറത്തും പോവാം, അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പിന്നെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് +2 ഏറ്റവും ടഫായിട്ടുള്ളൊരു വിഷയം സുവോളജിയും ബോട്ടണിയും ആയിരുന്നു. എനിക്കതിൽ തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ ഇത് പഠിക്കാൻ പറ്റൂല്ലേ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കാണാപ്പാഠം പഠിക്കാൻ പറ്റും, അതങ്ങ് എഴുതി വെക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ. എക്സാം ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, നമുക്ക് കാണാതെ പഠിച്ച് എഴുതാമെന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ നേഴ്സിംഗ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ച പോലെയല്ല. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടൊരവസ്ഥയായിരുന്നു നേഴ്സിംഗ് എടുത്ത് കഴിഞ്ഞപ്പോൾ. നിർത്തി പോരണമെന്ന് ചോദിച്ചാൽ അറിയില്ല, നിർത്തി വരണം എന്നാണെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്തി വരാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും ചേർന്നു, ഓക്കെ 4 വർഷമല്ലേ, എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊറോണ ബാച്ച് ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ക്ലിനിക്കൽ പ്രാക്ടീസ് തരുന്ന ഒരു കോളേജ് ആയിരുന്നില്ല. ഞാൻ മാണ്ഡ്യ മെഡിക്കൽ കോളേജിലായിരുന്നു ഞങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രാക്ടിക്കൽ അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം. നമുക്ക് പഠിക്കാനുള്ളത് ഒന്നും അവിടുന്ന് കറക്റ്റായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ജോലിക്ക് കയറുന്നത് കേരളത്തിൽ തന്നെയാണ് ജോലിക്ക് കയറിയത്. കാരണം ആ ഒരു സമയത്ത് കർണാടകയിൽ നിന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡാണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒന്നും തീരെ ഡൈജസ്റ്റ് ആവാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വണ്ടൂർ ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി. അവിടെ ഞങ്ങൾ അധികം സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് വർക്ക് പ്രഷർ കൂടുതലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കയറിയതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റലിൽ കയറി. അവിടുന്നാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലേക്കും എന്താ പറയുക, കാലെടുത്ത് വെക്കുന്നതെന്നൊക്കെ പറയാം. ഫസ്റ്റ് നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം അവിടെ കാഷ്വാലിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും അറിയാതെ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുവിട്ടപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അവിടുന്ന് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മെയിൽ വാർഡിലേക്ക് മാറി. മെയിൽ വാർഡാണെങ്കിലും എല്ലാ രീതിയിലുള്ള കേസുകളും അവിടെ വരും. ഫീമെയിൽസ്, അഡൾട്ട്, പീഡിയാട്രിക് അങ്ങനെ എല്ലാം വരുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു വാർഡിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ എന്നാലും അവിടുത്തെ ഒരു വർക്ക് പ്രഷർ കാരണം ഞാൻ പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കയറി. ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണയിലായ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു പ്രൊഫഷണൽ നേഴ്സ് എന്ന രീതിയിലേക്ക് മാറുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചിലത് നമ്മൾ കാണാതെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. പ്രാക്ടിക്കലി നമ്മളെപ്പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാണാതെ പോയി പഠിച്ച് അത് പ്രാക്ടിക്കൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം.
അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വർക്ക് പ്രഷറും സ്ട്രെസ്സും എനിക്ക് തോന്നിയത് എല്ലാ ഹോസ്പിറ്റലിലും ഏകദേശം ഒരുപോലെയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. എങ്കിലും ഒരു ഹോസ്പിറ്റൽ നല്ലത്, അവിടുത്തെ കുറച്ച് ആൾക്കാർ നല്ലത്, അങ്ങനെയല്ല. എല്ലാ ആൾക്കാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഹോസ്പിറ്റലും ഏകദേശം ഒരുപോലെയാണ് ചില കാര്യങ്ങളിലൊക്കെ. അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റുന്നതല്ല. നമ്മൾ പഠിച്ചു വളർന്നു വരുന്ന ഒരു അറ്റ്മോസ്ഫിയറിന് പെട്ടെന്ന് നമുക്ക് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി കിട്ടുന്ന സമയത്ത് നമുക്കത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് പണിയെടുക്കും, ഒരുപാട് സമയം എടുക്കും. അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു ഫ്രഷർ നേഴ്സ് എന്ന രീതിയിൽ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. അവിടുന്ന് പിന്നെ ഞാൻ രണ്ടാമത് കയറിയ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഞാൻ വേറൊരു വാർഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കുന്ന വാർഡിലേക്ക് എന്നെ ചേഞ്ച് ചെയ്തു. അത് എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി, കാരണം എനിക്ക് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ 2 വർഷമായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് മെമ്മറീസ് കിട്ടി, നല്ലതും കിട്ടി ചീത്തതും കിട്ടി. ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റി. കാരണം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ കംഫർട്ടായ സോണിൽ മാത്രം സംസാരിക്കും. അതുപോലെ തന്നെ എനിക്ക് അത്രയും ഓക്കെ ആണെന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രം മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എല്ലാവരുമായിട്ട് ഒരേ രീതിയിലുള്ളൊരു കോണ്ടാക്റ്റ് വെക്കാൻ ഒരിക്കലും പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ എക്സ്ട്രോവേർട്ടിലേക്ക് മാറും. കാരണം കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഈ ജോലിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ സംസാരമെല്ലാം ഓക്കെ ആവും. പിന്നെ അവിടുന്ന് ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണം, ഏകദേശം 2 വർഷം അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് 1 വർഷം നിന്നപ്പോൾ തന്നെ എനിക്കവിടെ ഓക്കെ ആയി, വേണ്ടെന്നുള്ള രീതിയിലായി. പിന്നെ ഒരു എക്സ്പീരിയൻസ് വേണം നമ്മുടെ ഇനി ഫ്യൂച്ചർ കരിയർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ 2 വർഷം അവിടെ കറക്റ്റായി നിന്നത്. സിറ്റി ലൈഫ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. നല്ല തിരക്കും, ഹോസ്പിറ്റലിലാണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ തീരെ ഒരു കംഫർട്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കാലം ഊട്ടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ പിന്നെയും വീണ്ടും ഇൻട്രോവേർട്ടായിപ്പോയി. കാരണം സംസാരിക്കാനാണെങ്കിലും ആൾക്കാരില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് കാലം അതിന് പോയി. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ മൂന്നാമതും ജോയിൻ ചെയ്തത് ഇവിടെ കോഴിക്കോടാണ്. ഇവിടെ ഞാൻ മുക്കം ഹോസ്പിറ്റലിലാണ്. അത് ചിലപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്കിവിടെ വർക്ക് ചെയ്യാൻ. ഈ ഒരു സ്ഥലം ഒന്നെങ്കിൽ നമ്മൾ ഹോസ്റ്റൽ നന്നായിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നന്നായിരിക്കണം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നന്നായിരിക്കണം. അതൊക്കെ വെച്ച് നോക്കും ഇവിടെ അത് ഓക്കെ ആണ്. നമുക്ക് എത്ര ഇഷ്ടപ്പെടാത്തൊരു ജോലിയാണെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ അതിലേക്ക് അഡ്ജസ്റ്റ് ആവും. ചില ആൾക്കാർ അതിൽ നിന്ന് പുറത്ത് വരാൻ നോക്കും, ചില ആൾക്കാർ അതിനെ കണ്ടിന്യൂ ചെയ്യും. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളായിട്ട് ഓവർകം ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്ത്, ആ ഒരു ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണോ അതിലേക്കുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ജോലിയിലേക്ക് കയറുമ്പോഴാട്ടോ നമുക്ക് ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ പഠിക്കും. ഓരോ ഹോസ്പിറ്റലിലും ഓരോ റൂട്ടീൻസ് വേറെ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതെല്ലാം നമ്മൾ പഠിച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ജോലി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുന്നതായിരിക്കില്ല വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്താണോ ഓക്കെ ആണെന്ന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ.